ഇത് കണ്ടോ? കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു അടിപൊളി ഡിഷ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ചായയ്ക്കോ വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഒരു സൂപ്പർ ഡിഷ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവ്, ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം റവയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ക്രിസ്പിനെസ് ഒക്കെ കിട്ടും ഈ ഐറ്റത്തിന്. അതിന് വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈകൊണ്ട് എല്ലാവിടെയും. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തി കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു മാവ് ഉണ്ടാക്കണം. നമ്മുടെ പൂരിക്കൊക്കെ കുഴക്കുന്ന മാതിരി നല്ല ടൈറ്റിൽ വേണം ഇത് കുഴക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആവരുത്. ഇത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമായാൽ എണ്ണ കുടിക്കും. ഇതിപ്പോൾ എണ്ണയൊന്നും അധികം കുടിക്കാതുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി 1 ടീസ്പൂണോളം ഓയിലും കൂടി ജസ്റ്റ് ഒഴിക്കുന്നു. ഒരുപാട് ഓയിലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നല്ല ടൈറ്റായിട്ട് എല്ലാവിടെയും നന്നായി മിക്സ് ചെയ്ത് അങ്ങോട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതാപ്പം നമ്മുടെ ടൈറ്റായിട്ടുള്ള ഡോ വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റോളം ഇത് വെക്കുമ്പോഴേക്കും ഇതിനൊരു കോട്ടിങ്ങും കൂടി നമുക്ക് റെഡിയാക്കാനുണ്ട്. ആ കോട്ടിങ്ങും കൂടി ആകുമ്പോഴാണ് ഇതൊരു സൂപ്പർ ആവുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കോട്ടിങ്ങിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി വേണ്ടവർക്ക് അതിട്ട് കൊടുക്കാം. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല, ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം. ഇത്രയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതിയാവും. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നമുക്ക്. ഇത് ഒരുപാട് ലൂസ് ആവരുത്. നമുക്കിത് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു പരുവത്തിൽ വേണം ആവേണ്ടത് കേട്ടോ. ഒരുപാട് ലൂസായി ഒരിക്കലും ഇത് ചെയ്യരുത്. അപ്പം നമ്മുടെ അതിൽ പിടിക്കില്ല. ഇതൊരു അടിപൊളിയായിട്ട് വരും. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വന്നിട്ടുണ്ട്. കണ്ടോ? ഒട്ടും കട്ടയില്ല, നല്ല തിക്കായിട്ടാണ് ഈ മാവിരിക്കുന്നത്. ഇനി നമുക്ക് ആ മാവെടുത്ത് ഒരു കുറച്ച് ചെറിയ പൂരി പോലെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഇത് ഒരിക്കലും ഒരുപാട് തിന്നായി ഉണ്ടാക്കരുത്. തിന്നായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവില്ല. കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ പൊതുവേ ചെറുതായിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് വെറുതെ ഇതിൻ്റെ കൂടെ ഒരു കറിയും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ്. കണ്ടോ? ഈ തിക്നെസ്സിലാണ് ചെയ്യുന്നത്, ഒരു മീഡിയം തിക്നെസ്സിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ കടലമാവിൻ്റെ കോട്ടിങ്ങിനെ ഒന്ന് നന്നായി ഇതുപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള പരുവത്തിലായിരിക്കണം നമ്മുടെ കടലമാവ്. ഒട്ടും തന്നെ വെള്ളം പോലെ ആവരുത്. ഒരുപാട് എല്ലാവിടേക്കും ഈവനായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഇടേണ്ട സാധനമാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ്. ഒരു ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതിന് കൈ കൊണ്ട് നന്നായി അമർത്തി കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കുക. അതും അമർത്തണം കൈകൊണ്ട്. ഒരുപാട് ശക്തമായി അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി കുറച്ച് നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തിയാൽ മതി. വെറ്റായതുകൊണ്ട് എല്ലാം അതിൽ പിടിക്കും. ഇനി നല്ല ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു എടുക്കാനുള്ള തവിയ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മുടെ പൂരി ഇതാ ഇങ്ങനെ പൊള്ളച്ചങ്ങോട്ട് വരും. ഒരു മസാല പൂരി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഒരിക്കലും പൂരിയുടെ ടേസ്റ്റാണെന്ന് വിചാരിക്കരുത്. ഇത് വെറുതെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം എരിവൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കാം. കണ്ടോ? ഒരു സൈഡാകുമ്പോൾ ഞാനതിനെ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് നന്നായി ഒന്ന് ക്രിസ്പി ആവുന്നവരവിടെ കിടക്കട്ടെ. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കുക. ആ സൈഡും കൂടി ആവാനായിട്ട് ഒരുപാട് ശക്തമായി അമർത്തരുത്. കണ്ടോ? ഇപ്പം നല്ല നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും ഈ പരിപ്പൊക്കെ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൂരിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെയല്ലേ. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, ഉള്ളു വെന്തിട്ടുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. മാവ് അങ്ങനെ കുഴച്ചത് കൊണ്ട് കണ്ടോ? എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എണ്ണ ഉള്ളു വെന്തിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ ആ പുറത്ത് നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ ക്രിസ്പിനെസ്സും എരിവും മസാലയും മല്ലിടയിലേക്ക് കൂടി ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല പൂരിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കില്ലല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.